സംവദിക്കുന്നത്. അതെ, ഭക്ഷണം. ഈ ഭൂലോകത്ത് കാലം കഴിയുന്നതിന് പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാറ്റങ്ങൾ വരുന്ന സമയത്തും നാം ഇരു കൈയും നീട്ടി അതിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ മുൻകാലങ്ങളിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ വെറും കഞ്ഞിയും പയറും കഴിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവർ, പക്ഷെ അവർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സമൂഹം വലിയ കൊടവയറുകളൊക്കെ വെച്ചുകൊണ്ടും അതിൽ നിറയെ രോഗങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ ഈ വരുന്ന മാറ്റത്തിന്റെ പിന്നിലേക്ക് പോയത് കൊണ്ടാണ്. നമുക്ക് നോക്കാം ഈ നിലവിലെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണ സംസ്കാരത്തെ കുറിച്ച്. നമുക്കറിയാം ഇപ്പം എല്ലാവരും ഫാസ്റ്റ് ഫുഡിൻ്റെ അമിതമായ ഉപയോഗത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഓൺലൈൻ ഡെലിവറിയുടെ കാലമാണ്. കേവലം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 10-15 മിനിറ്റിനുള്ളിൽ നാം ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഫുഡുകൾ എത്തും. ഇത് കാരണം നമ്മളുടെ പല വീടുകളിലും രാത്രി കാലങ്ങളിൽ ഭക്ഷണങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ ഭക്ഷണം പുറത്തുനിന്ന് അവർ ഫാസ്റ്റ് ഫുഡുകൾ ഓർഡർ ചെയ്തുകൊണ്ടാണ് അവർ കഴിക്കുന്നത്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഔട്ടിങ്ങിന് പോകുന്നതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നിരന്തരമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പലരും, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഫാസ്റ്റ് ഫുഡിന് അടിമയായിക്കൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുക എന്നുള്ളത്. തനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുക എന്നുള്ളത്, വിശപ്പ് കഴിഞ്ഞാലും പിന്നെയും കഴിക്കുക എന്നുള്ളത്. ഒരു മുമ്പിലെ ഭക്ഷണങ്ങൾ കണ്ടാൽ അത് മുഴുവനും എൻ്റെ വയറ്റിലേക്ക് എന്നുള്ള ചിന്തയിലിരുന്നു കൊണ്ട് അവിടെയുള്ള എല്ലാ ഭക്ഷണവും കഴിച്ച് മുഴുവൻ ആവശ്യമില്ലാത്തതും ഉള്ളതും എല്ലാ ഭക്ഷണങ്ങളും തനിക്ക് എന്നുള്ള രീതിയിൽ ഫുള്ള് കഴിച്ചുകൊണ്ട് നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെയാണ് ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതി. നമുക്കറിയാം രാത്രി ഭക്ഷണങ്ങളൊക്കെ നേരത്തെ കഴിക്കണമെന്നാണ് സയൻസും അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാം മതത്തിലും പറയുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിലുള്ളവർ രാത്രികാല ഭക്ഷണങ്ങളൊക്കെ പരമാവധി ലേറ്റ് ആക്കിക്കൊണ്ട് രാത്രി കാലങ്ങളിലൊക്കെയാണ് അവർ കഴിക്കുന്നത്. അങ്ങനെ രാത്രി നേരം വൈകിക്കൊണ്ട് ഭക്ഷണം കഴിച്ച് നേരം ലേറ്റായി ഉറങ്ങിക്കൊണ്ട് അവർ പിന്നെ എഴുന്നേൽക്കുന്നത് ഉച്ച 11 മണി 12 മണി സമയത്തൊക്കെയാണ് അവർ ഉറങ്ങി എണീക്കുന്നത്. ആ സമയത്ത് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവർ അവിടുന്ന് കട്ട് ചെയ്യുകയാണ്. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഈ രാവിലത്തെ നാസ്ത ബ്രേക്ക്ഫാസ്റ്റ് അത് നിർബന്ധമായി കഴിക്കേണ്ടതാണ്. ആ നിർബന്ധമായി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ സംസ്കാരങ്ങൾ നടന്നു പോകുന്നത്. ഇനി നമുക്ക് ഈ നമ്മുടെ നാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളുടെ ഗുണവാരം നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം നമ്മൾ വീട്ടിലേക്കൊക്കെ പച്ചക്കറിയും പഴങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങുന്നവരാണ്, കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. അങ്ങനെ വാങ്ങുന്നത് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ 95% പച്ചക്കറികളിൽ 95% കീടനാശിനികൾ തളിച്ച പച്ചക്കറികളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളിലൊക്കെ പച്ചക്കറികൾ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയും അതുപോലെ കുറെ കാലം നീണ്ടു നിൽക്കാൻ വേണ്ടിയും കഠിനമായ വിഷമുള്ള കീടനാശിനികൾ തളിച്ച പച്ചക്കറികളാണ് അവർ കേരളത്തിലേക്കൊക്കെ കയറ്റി അയക്കുന്നത്. ആ ഒരു പച്ചക്കറികളാണ് നാം വാങ്ങി കഴിക്കുന്നതും. അതുപോലെ തന്നെയാണ് മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മളെ വീട്ടുകളിൽ നമ്മൾ മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾ പൊടിയും ഒക്കെ മഞ്ഞളും മുളകും ഒക്കെ വാങ്ങി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അതെല്ലാം പാക്കറ്റിലാക്കി കൊണ്ടുവരികയാണ്. എല്ലാം പാക്കറ്റിലായിക്കൊണ്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയൊക്കെ നമുക്കത് ലഭ്യമാണ്. പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത് അവർക്ക് ആർക്കും അറിയില്ല. ഇതിലൊക്കെ ആ പൊടികളിൽ 90% അവർ പല കെമിക്കലും മാരകമായ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ അവർ നിർമ്മിച്ചുകൊണ്ട് ഇന്നിങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്നത്. അതുപോലെ തന്നെ പഴയ ഭക്ഷണങ്ങളുടെ പുനരുപയോഗം. നമ്മൾ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. ആ ഭക്ഷണങ്ങളൊക്കെ നമ്മളെ മുമ്പിലേക്ക് ചൂടോടെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഇത് നല്ല ഫ്രഷാണ്, ഇപ്പോൾ ഉണ്ടാക്കിയതാണെന്നൊക്കെ. പക്ഷെ ഈ ഭക്ഷണങ്ങളൊക്കെ കുറേ കാലം ഫ്രിഡ്ജിലൊക്കെ വെച്ചുള്ള ഭക്ഷണമായിരിക്കും നമുക്ക് കൊണ്ടുതരുന്നത്. അതുപോലെ തന്നെയാണ് അവർ ഉപയോഗിക്കുന്ന എണ്ണകളൊക്കെ. ഒരു ഓയിലോ എണ്ണ അവർ യൂസ് ചെയ്താൽ അത് ഹോട്ടലുകാർ പലരും അത് കളയുന്നില്ല, വീണ്ടും റിപ്പീറ്റ് യൂസ് ചെയ്യുകയാണ്. ഇത്രത്തോളം ഉണ്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഭക്ഷണങ്ങളുടെയും പച്ചക്കറികളുടെ ഗുണനിലവാരമൊക്കെ. ഇനി നമുക്ക് ഈ ഭക്ഷണങ്ങളും ഇതിലൂടെ ഉണ്ടാകുന്ന
പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഫാസ്റ്റ് ഫുഡിനെ കൊണ്ടുള്ള ഭക്ഷണങ്ങളെ കൊണ്ട് കഴിച്ചാലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് നൗറു എന്നൊരു ദ്വീപ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തടിയന്മാരെ ഉള്ള ഒരു ദ്വീപ് എന്നറിയപ്പെടുന്നതാണ് ഈ നൗറു എന്നുള്ള ദ്വീപ്. അവിടെയുള്ള ജനങ്ങൾ മുൻകാലത്ത് വളരെ ദാരിദ്ര്യത്തിലും പാവപ്പെട്ട ഒരു ദ്വീപായിരുന്നു അത്. അവിടെ മുൻകാലം അവരുള്ളത് മീൻ പിടിച്ചുകൊണ്ടും പച്ചക്കറി ചെയ്തുകൊണ്ടും പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടായിരുന്നു അവരുടെ ജീവിച്ചിരുന്നത്. പക്ഷേ അവിടെയുള്ള ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഖനനം ചെയ്യാൻ തുടങ്ങിയത് മുതൽ ആ രാജ്യം സാമ്പത്തികമായി ഉയരാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ ജീവിത ശൈലിയിലും ഫുഡിന്റെ ശൈലിയിലുമൊക്കെ മാറ്റം വരാൻ തുടങ്ങി. അങ്ങനെ ആ സാമ്പത്തികമായി ഉയർന്നവർ ഫുഡ് ശൈലി മാറിയതൊക്കെ അവരിൽ പലരും അമിതമായ വണ്ണം വരാൻ തുടങ്ങി. അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും അടിമയായി അവർ ഈ ഖനനം ഒക്കെ പതിയെ പതിയെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെ ജീവിത ശൈലി മൂലം അവർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് തന്നെ കുപ്പുകുത്തുകയാണ്. ഇതേപോലെയുള്ള പല പ്രശ്നങ്ങളും ഫാസ്റ്റ് ഫുഡ് പോലെ നമുക്ക് ഉണ്ടാവുന്നതാണ്. പൊണ്ണത്തടി, അസിഡിറ്റി, കഠിനമായ നെഞ്ചൊരിച്ചൽ, അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും. ഈ രാത്രി ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ ഇതുപോലെ പൊണ്ണത്തടികൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ രാത്രി ഭക്ഷണം കഴിച്ച് ഉടനെ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നടക്കേണ്ട ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കുകയില്ല. അത് നടക്കാതിരിക്കുന്ന സമയത്ത് എന്താകും, നമുക്ക് കഴിച്ച ഭക്ഷണങ്ങളൊക്കെ അവിടെ കൊഴുപ്പായിക്കൊണ്ട് അവിടെ തന്നെ അടിഞ്ഞു കൂടുകയാണ്. അങ്ങനെ അടിഞ്ഞു കൂടുന്ന സമയത്ത് നമ്മളുടെ കുടവയറുകളും നമുക്ക് അമിതമായ വണ്ണം അതൊക്കെ വരാം. അതുപോലെ തന്നെ ഈ ദഹനപ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ അന്നനാളത്തിൽ ആസിഡിന്റെ അളവ് വർദ്ധിക്കും. അത് നമുക്ക് നെഞ്ചുവേദന, ഹാർട്ട് അറ്റാക്ക് അതുപോലെയുള്ള കാരണങ്ങളൊക്കെ വരാനൊക്കെ വളരെ ചാൻസ് ഉള്ള കാര്യമാണ്. അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ എല്ലുകൾ പൊടിഞ്ഞു പോകുക എന്നുള്ളത്. ഞാൻ പുറത്തു പോയി ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ നിർബന്ധമായി വാങ്ങുന്ന ഒരു സാധനമാണ് സോഫ്റ്റ് ഡ്രിങ്ക് എന്നുള്ളത്. കൊക്കക്കോള, പെപ്സി, സോഡ പോലുള്ള കാര്യങ്ങൾ. അത് അമിതമായി നാം കുടിക്കുകയാണെങ്കിൽ അത് കുടിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലിലുള്ള കാൽസ്യങ്ങൾ യൂറിനിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മുടെ എല്ലിന്റെ ശക്തി അവിടുന്ന് കുറഞ്ഞു പോവുകയാണ്. അങ്ങനെ പതിയെ എല്ല് അവിടുന്ന് പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് ട്രാൻസ്ഫാക്സിന്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കുക എന്നുള്ളത്. അത് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ റീയൂസ്ഡായി ചെയ്യുന്ന എണ്ണ, ആ എണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ട്രാൻസ്ഫാക്സിന്റെ പ്രൊഡക്ഷൻ അവന്ന് വർദ്ധിപ്പിച്ചു വരും. അങ്ങനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാർഡിയാക് പ്രോബ്ലം, അതുപോലെ ക്യാൻസർ വരെയുള്ള മാരകമായ രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര, കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഞാൻ ധാരാളം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്രെയിനിലെ പെപ്പൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്രെയിൻ ഡിയറിയുടെ ന്യൂറോട്രോപിക് കണ്ടന്റിന്റെ അളവ് കുറഞ്ഞു വരും. ഇത് കുറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, അങ്ങനെ പലതിലേക്കും നാം ചെന്നെത്താവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ഇതുപോലുള്ള ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ഒന്നാമതായി നാം ചെയ്യേണ്ടത് ആരോഗ്യം ഭക്ഷണക്രമം ചിട്ടപ്പെടുത്തുക. ഭക്ഷണം കഴിക്കേണ്ട രീതി, സമയം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക. ഞാൻ പറഞ്ഞു രാത്രികാല ഭക്ഷണം നേരത്തെ കഴിക്കണമെന്നാണ് സയൻസും ഇസ്ലാം അതും നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഭക്ഷണങ്ങൾ കൃത്യമായി കഴിക്കേണ്ട സമയത്ത് തന്നെ കഴിക്കുക. അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ട നിത്യമായ വ്യായാമം. ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ ഫാസ്റ്റ് ഫുഡൊക്കെ അമിതമായി കഴിക്കുന്നുണ്ടെങ്കിലും നിത്യമായി നമുക്കുണ്ട് വ്യായാമം നമുക്ക് ചെയ്യണം. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നതാണ് വ്യായാമം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ മൂലം ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും വ്യായാമം മൂലം നമുക്ക് ആ രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ, നമുക്ക് ഈ പറഞ്ഞ പോലെ പച്ചക്കറികളൊക്കെ കീടനാശിനികൾ തളിച്ച പച്ചക്കറികളാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മളെ വീടുകളിലൊക്കെ പച്ചക്കറികൾ കൃഷി ചെയ്ത് ഉണ്ടാക്കാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ആവശ്യത്തിന് കഴിക്കുക എന്നുള്ളത്. വിശപ്പുള്ള സമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുക, വിശപ്പില്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കരുത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കരുത്. ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന സമ്പ്രദായമാണ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർ ആദ്യം കൊണ്ടുവന്ന് വെക്കുന്ന ഒരു കുപ്പി വെള്ളമായിരിക്കും. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാതിരിക്കുക. ഭക്ഷണം കഴിച്ച് ഏകദേശം അരമണിക്കൂറിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക.
ഈ ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാര്യമാണ്, നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഒരു കാര്യമാണ്. പക്ഷെ അത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രം ആകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. +1 അലി സവാദ്, +2 റിഷാദ്, അലി, സിറാജ്, ബാക്കിർ.